ചില്ലീസ് കിച്ചൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഭയങ്കര സ്പെഷ്യലാണ്. ഞാനിന്നൊരു കിടിലൻ വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ എറണാകുളം സ്റ്റൈലിലെ ചട്ടിഞണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഒരു കൊച്ചി ലൈഫ് അല്ലെങ്കിൽ എറണാകുളം ലൈഫിലൊക്കെ സിറ്റി ആയിട്ടുള്ള ഏരിയയിലൊക്കെ നമുക്ക് കനലും അങ്ങനെയൊക്കെ കത്തിച്ചിട്ടുള്ള പരിപാടികളൊന്നുമില്ല. എല്ലാവരും ഗ്യാസ് സ്റ്റൗവിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ സ്പേസിൽ എങ്ങനെ പഴയ രീതി നമുക്ക് റിക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ചെറിയൊരു സ്പേസിൽ നമ്മൾ അടുപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ചൂടാകുമ്പോൾ ഞാൻ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 500 ഗ്രാം ഞണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്താണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഞണ്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 മീഡിയം ടൈപ്പ് സവാള ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് 2 മീഡിയം ടൈപ്പ് ടൊമാറ്റോ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു ഇടത്തര ഇഞ്ചിയുടെ കഷ്ണമാണ്. ഇതൊന്ന് അരിഞ്ഞെടുത്താണ് ഇതിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഉണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ചട്ടിയിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാനിതൊന്ന് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഒന്ന് പറ്റി വരണം നമുക്ക്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് കത്തി വരുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ തന്നെ. ഞങ്ങൾക്ക് ഫ്രണ്ടിലൊന്നും അധികം സ്പേസ് ഇല്ലാത്ത കാരണം ഞങ്ങൾ ടെറസിൻ്റെ മേളിൽ ഇതുപോലെ ഒരു സ്ലാബ് ഇട്ടിട്ടാണ്. അപ്പോൾ അധികം ചൂട് അടിയിലേക്ക് അടിക്കാതിരിക്കാൻ വേണ്ടി നല്ല കട്ടിയുള്ള സിമെൻറ്റിൻ്റെ ഒരു സ്ലാബ് ഇട്ടിട്ട് അതിൻ്റെ മേളിലാണ് ഇങ്ങനെ ഒരു സെറ്റപ്പൊക്കെ ആക്കിയെടുത്തിരിക്കുന്നത്. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റി വരണം. ഒരുപാട് ഡ്രൈ ആവരുത്. അപ്പോൾ ഇത് തിളച്ച് അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ എറണാകുളം സ്റ്റൈൽ ഞണ്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു കിഡിലൻ വെറൈറ്റി ആയിട്ടാണ്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. നമ്മളിങ്ങനെ കനലൊക്കെ കത്തിച്ച് ചട്ടിയിലൊക്കെ വേവിച്ചെടുക്കുമ്പോൾ പ്രത്യേകിച്ച് എറണാകുളം സ്റ്റൈൽ ഞണ്ട് കറിക്ക് വേറൊരു ലെവൽ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കൂടി ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത കുഞ്ഞ് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.